ജീവിച്ചിരുന്ന ഒരു സൽഗുണസമ്പന്നയായ വനിതയുടെ കഥയാണ്. താൻ ഒരു ക്രിസ്തു ശിഷ്യ ആയിരുന്നത് മൂലം ക്രിസ്തുവിന്റെ വചനങ്ങൾ അവളുടെ ജീവിതത്തിൽ അത് വളരെ സ്വാധീനം ചെലുത്തിയിരുന്നു. അതിനാൽ ഈ വനിതയുടെ സ്വഭാവത്തിലും ജീവിത രീതിയിലും വളരെ പ്രത്യേകത ഉണ്ടായിരുന്നു. ഈ വനിതയുടെ പേരെന്താണ് പറയട്ടെ? തബീത എന്ന് വെച്ചാൽ പേടമാൻ എന്ന് അർത്ഥം. ആ കാലത്ത് യോപ്പ എന്ന പട്ടണത്തിൽ ധാരാളം യഹൂദന്മാരും ക്രിസ്ത്യാനികളും ഇടകലർന്ന് പാർത്തിരുന്നു. അന്ന് സമൂഹത്തിൽ വളരെ അവഗണന അനുഭവിച്ചു കഴിഞ്ഞിരുന്ന വിധവന്മാരുടെയും സാധുജനങ്ങളുടെയും ഇടയിൽ നടന്ന അവർക്ക് വേണ്ട സഹായങ്ങളും ധർമ്മങ്ങളും ചെയ്യുന്നതിൽ തബീത പ്രത്യേക താല്പര്യം എടുത്തിരുന്നു. ആഹാരം ആവശ്യമുള്ളവർക്ക് ആഹാരം, വസ്ത്രങ്ങൾ ആവശ്യമുള്ളവർക്ക് വസ്ത്രവും എത്തിച്ചു കൊടുക്കുവാൻ തബീത ശ്രദ്ധിച്ചിരുന്നു. തന്നെയുമല്ല, തനിക്ക് വസ്ത്രങ്ങൾ തുന്നിയെടുത്തു കൊടുക്കാനുള്ള അഭിരുചി ഉണ്ടായിരുന്നതിനാൽ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും നല്ല നല്ല ഉടുപ്പുകൾ തയ്ച്ചു കൊടുക്കാനും തബീതയ്ക്ക് കഴിഞ്ഞിരുന്നു. ഇതോടൊപ്പം തന്റെ വരുമാനത്തിലും നിന്ന് പല ചാരിറ്റി പ്രവർത്തനങ്ങളും ചെയ്യുവാനും അവർക്ക് കഴിഞ്ഞിരുന്നു. അങ്ങനെയായിരിക്കും ഒരു നാൾ അവിചാരിതമായി തബീതയ്ക്ക് രോഗം പിടിപെട്ടു. മരണകാലമായ രോഗമായിരുന്നതിനാൽ ബന്ധുക്കൾ പല ചികിത്സകളും കൊടുക്കുവാനും ശ്രമിച്ചു. ഇത് അവിടെയുള്ള എല്ലാവർക്കും ഒരു ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു. കേട്ടവർ അവരുടെ ഭവനത്തിൽ ഓടിയെത്തി. പാവപ്പെട്ടവരും വിധവമാരും എല്ലാം കൂടി തബീത ചെയ്ത നല്ല പ്രവൃത്തികൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. ബന്ധുമിത്രാദികൾ അവളുടെ ശരീരം കുളിപ്പിച്ച് മാളികമുറിയിൽ കിടത്തി. ആ സമയത്ത് പത്രോസ് അപ്പോസ്തലൻ യോപ്പയുടെ അടുത്തുള്ളൊരു പട്ടണത്തിൽ ഉണ്ടെന്ന് ആരോ പറയുന്നത് കേട്ട് ശിഷ്യന്മാരിൽ ഓടിയെത്തി അദ്ദേഹത്തെ വിവരവും അറിയിച്ച് അവിടെ വരെ വരണം എന്ന് അപേക്ഷിക്കുകയും ചെയ്തു. പത്രോസ് താമസിയാതെ തന്നെ യോപ്പയിലെത്തി. തബീതയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു വൻ ജനക്കൂട്ടത്തെയാണ് പത്രോസ് കണ്ടത്. സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെ തബീത തുന്നി കൊടുത്തപ്പോൾ പനികളും പുതുപ്പുകളും കാണിച്ചു കൂട്ടക്കരച്ചിലായിരുന്നു. പത്രോസിനെ ഇവരുടെ സങ്കടം കണ്ടിട്ട് പത്രോസിനും സങ്കടം വന്നു. പത്രോസ് അവരോട് പറഞ്ഞു മാളികമുറിയിൽ നിന്ന് പുറത്തിറങ്ങുവാൻ. എന്നിട്ട് താങ്കൾ ശവശരീരം കിടക്കുന്ന കട്ടിയുടെ അടുക്കിൽ പോയി മുട്ടുകുട്ടി തബീതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് ആ ശവശരീരത്തെ നോക്കി പറഞ്ഞു, തബീതേ എഴുന്നേൽക്കൂ. അതാ തബീതയുടെ കണ്ണുകൾ മെല്ലെ തുറന്നു. അവൾ പത്രോസിനെ കണ്ടു. പത്രോസ് തന്റെ കരം നീട്ടി തബീതയുടെ കൈക്ക് പിടിച്ച് അവളെ എഴുന്നേൽപ്പിച്ചു. ഈ സമയമെല്ലാം ബന്ധുക്കൾ പുറത്ത് ആകാംക്ഷഭരിതരെ നീക്കുകയായിരുന്നു. പത്രോസ് വാതിൽ തുറന്ന് ജീവനുള്ള തബീതയെ കാണിച്ചു. ഇതാ മരിച്ചു കിടന്ന തബീത ജീവനുള്ളവളായി തീർന്നു. എല്ലാവർക്കും സന്തോഷമായി. പത്രോസിന്റെ വിശ്വാസത്തോട് പ്രാർത്ഥന മൂലം സംഭവിച്ച ഈ വാർത്ത നാട്ടിലെങ്ങും പരന്നു. അനേകർക്ക് ദൈവത്തിൽ വിശ്വസിക്കാനും കഴിഞ്ഞിരുന്നു. പ്രിയ ദൈവജനമേ, തബീത എന്ന വനിതയുടെ സ്വഭാവത്തിലെ പ്രത്യേകതകളായിരുന്നു ദയ, കരുണ, മനസ്സലിവ്, വിശ്വാസം, സ്നേഹം എന്നിവയെല്ലാം ദൈവമക്കൾക്ക് ചേർന്ന സ്വഭാവത്തിന്റെ വിധത്തിലായിരുന്നു.